ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഗൂഢാലോചനയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. 2 മാസം കൊണ്ട് 8 കോടി ജനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത് പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും തേജസ്വി യാദവ് കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ബീഹാറിൽ വലിയ വിമർശനമാണല്ലോ തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, അതുപോലെ ഇത്തരത്തിൽ 8 കോടി ജനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്ന അപഹാസ്യമായ ഒരു പ്രക്രിയയാണെന്ന ഒരു ആരോപണം. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഉന്മേഷ്, ബീഹാർ തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് വോട്ടർമാരുടെ പട്ടിക പുതുക്കാനുള്ള തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു. ഇതിനെതിരെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി പ്രതിപക്ഷ നേതാവും RJD നേതാവുമായ തേജസ്വി യാദവ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJPയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ നിലയിൽ സംസ്ഥാനത്തെ 8 കോടി വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കാൻ 2 വർഷം എങ്കിലും സമയമെടുക്കും. 2003 ഏറ്റവും അവസാനമായി വോട്ടർ പട്ടിക പുതുക്കിയത്. ആ ഒരു ഘട്ടത്തിൽ 2 വർഷത്തിലേറെ സമയമെടുത്തായിരുന്നു വോട്ടർ പട്ടിക പുതുക്കിയത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 മാസത്തിൽ താഴെ മാത്രം സമയമെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, സമയം ബാക്കിയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടിക പുതുക്കാൻ തീരുമാനിച്ചത് അത് ഒരു തരത്തിലും പ്രായോഗികമല്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത്. ഇതിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ കോൺഗ്രസും ശക്തമായ ഭാഷയിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയിലേതുപോലെയുള്ള ഒരു നീക്കത്തിനാണ് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലും ശ്രമം എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ പ്രതികരണം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീരുമാനത്തിനെതിരെ. ക്രിസ്റ്റീന, ഉന്മേഷ്.